മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്ത അതിജീവിത നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി യൂണിഫോമിലെത്തിയ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലേക്ക് കയറി ആളുകളെ മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ യൂണിഫോമിലെത്തി അവർ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതിനെ തുടർന്ന് അതിജീവിത ആ വീട്ടിൽ നിന്ന് താമസം മാറുകയും ചെയ്തു. എന്താണ് ഇങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം? ഞങ്ങളിങ്ങോട്ട് ഡ്രസ്സ് മാറ്റി വരാൻ വേണ്ടി നിൽക്കുകയാണ് വേറൊരു വീട്ടിലേക്ക്. അപ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് കയറിൻ്റെ ചോദിക്കാതെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ഞാനുള്ളത് അറിയൂല, ഒന്നും അറിയില്ല. പെട്ടെന്നാണ് കുതിച്ചിട്ട് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് കയറിയത്. ഞാൻ ആകെ പേടിച്ചില്ലോ. അവിടെ മുഴുവൻ ആൾക്കാരുണ്ട് കൂട്ടി. ഇവർ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ജനങ്ങൾ പോലീസ് യൂണിഫോമിലാണ് ഞങ്ങളെല്ലാവരും വന്നതും. അപ്പോൾ ആകെ ഞങ്ങൾ ഉമ്മയും മോനും പേടിച്ച്, ഞാൻ ചെറുതും നല്ലോണം പേടിച്ചിരിക്കണ്. ഇവർ ആകെ പതരി. ഒന്നും വിളിച്ചു പറയോ ചോദിക്കോ? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരാ വീട് കാണിച്ചാൽ ഇത്ര കൃത്യമായിട്ട് നിങ്ങളെന്താ എന്നോട് ചോദിക്കാതെ വന്നതാന്ന് ചോദിച്ച്. അപ്പം ആര് താത്താനെ രാവിലെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിലാണ്, ഞാൻ നാളെ വരാതെ അങ്ങോട്ട് പറഞ്ഞില്ല. അല്ല പിന്നെ നിങ്ങൾക്ക് ഈ രാത്രിയിൽ എന്തിനു വന്നത് ഞാൻ ചോദിച്ചവരോട്. അപ്പം നിങ്ങൾ വരാത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവർ പറയുന്നത്. വീട്ടിനകത്തേക്ക് വന്നതിൽ പുരുഷ പോലീസുകാരനുണ്ടായിരുന്നു. ഉണ്ട്. അഡീഷണൽ SC ആന്ന് പറഞ്ഞ് അഡീഷണൽ SP. യൂണിഫോമിൽ തന്നെയാണ്. യൂണിഫോമിൽ തന്നെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നു. അപ്പോൾ യൂണിഫോം ഇട്ട ഒരു പുരുഷ പോലീസുകാരൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചത് എല്ലാം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല. കുറച്ച് പറഞ്ഞ് ഞാൻ ഇയാളെ മുന്നിൽ എങ്ങനെ പിന്നെ നമ്മൾ തുറന്നടിച്ച് പറയണത്. അയാൾ പോകണമില്ല. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പോയത്. എന്നോട് SP പറയും ചോദിക്കണ എന്തൊക്കെ അഡീഷണൽ SP അതായത് യൂണിഫോം ഇട്ട പുരുഷ പോലീസ് ചോദിച്ച് എന്തൊക്കെ ചെയ്ത് SP എങ്ങനെയൊക്കെ ചെയ്ത്, പിന്നെ അതുപോലെ ബെന്നി എങ്ങനെ ചെയ്ത് ഇവരൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറയും സാറേ ഇതൊക്കെ പറയാൻ താല്പര്യമില്ല. അത് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒക്കെ മുഴുവനും പറഞ്ഞു കൊടുത്തില്ല. എന്നോട് എന്തൊക്കെ അത് സത്യം പറയേ, ഏത് കാറാണ്, എന്ത് കാറാണ്, എവിടെയാണ് ഇറങ്ങിയത് നിങ്ങൾ. അപ്പം ഞാൻ ഇറങ്ങിയ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്. ആദ്യം ഒരു ഓട്ടോറിക്ഷ കയറി, പിന്നെ ഒരു നാലാമത്തെ പോക്ക് കാറിൽ കയറി. കാറിൽ പോയത് ഓട്ടോറിക്ഷയിൽ പോയതൊക്കെ പറയാൻ പറ്റും, അതും ചോദിക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ളത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? സ്വാഭാവികം. ഇല്ലില്ല. ഒരാണല്ലേ, ഒരു വയസ്സായ നല്ല ചെറുപ്പക്കാരൻ ചങ്ങാതിൻ്റെ മുന്നിലേക്ക് പറയാൻ പറ്റും എന്തൊക്കെ ചെയ്തതൊക്കെ. ഞാനൊന്നും ഉണ്ടാണ്ട് നിന്ന് ലാസ്റ്റാണ് ഇവരെ ഈ പെണ്ണുങ്ങളോട് പറഞ്ഞത്. പെണ്ണുങ്ങളും ഉണ്ട് പറഞ്ഞ് പറയതാത്താന്ന്. 3 പെണ്ണുങ്ങളും ഒരാണുങ്ങളും അവരാണ് എൻ്റെ കൂടെ എല്ലാ കാര്യം എവിടെ വെച്ച് ചെയ്തത്, എങ്ങനെ ചെയ്തത്, എന്താണ് ഇവിടെ കൊണ്ടുപോയത് ഒക്കെ ചോദിച്ച് കൊണ്ടുപോയത്. പുരുഷ പോലീസുകാർ അങ്ങനെ മൊഴിയെടുക്കാൻ പാടില്ല എന്നാണ് അവർ ചോദിച്ചിൻ്റോട്. അവർ 3 പെണ്ണുങ്ങളും ഈ ആളും ഈ ഈ വീഡിയോക്കാരനും ഉണ്ടായിരുന്നു. വീഡിയോക്കാരനും ആണുങ്ങളാണോ? ആണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഒരാണുങ്ങൾ വീഡിയോ പകർത്തി മറ്റൊരാണുങ്ങളായ പോലീസുകാരൻ കേട്ട് പറയണൊക്കെ. അതുകൊണ്ട് അവർ എല്ലാം കഴിഞ്ഞതിൻ്റെ ദിവസമാണ് ആ പോലീസുകാർ വീഡിയോക്കാരൻ പോയത്. ഒക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം പിന്നെയാണ് അവർ ഈ സാറ വരുമ്പോൾ നമ്മളെ പിന്നെ വക്കീൽ സാറ വരുമ്പോൾ എഴുതാനിരിക്കണമല്ലോ. അന്നേരം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വക്കീൽ സാർ കയറിക്കൊണ്ട് വന്നത്. ഇവരെ പണിയൊക്കെ കഴിഞ്ഞ് ഈ ചോദ്യമൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം നിർബന്ധിച്ചോ? അത് എന്താ ചെയ്ത്? അത് നിർബന്ധിച്ചോ ഈ പുരുഷ പോലീസ്? എന്നോട് ചോദിച്ചല്ലേ എന്ത് ചെയ്തത്, എങ്ങനെ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ പോകാൻ പാടുണ്ട. അത് ഈ വനിതാ പോലീസ് SC എന്ന് പറഞ്ഞ പെണ്ണുണ്ട്, ഓള് ചോദിച്ച്. ഒരു മുമ്പ് ഇങ്ങനെ അബദ്ധം പറ്റിയാൽ പിന്നെ പോകാൻ പറ്റും. എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലേ വിളിച്ച് വരുത്തിയത്, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോയതല്ലാന്ന് പറഞ്ഞ്. അപ്പം അവിടെ പോയപ്പോഴാണല്ലേ ഈ കഥകൾ കണ്ടത്, ആ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത വീടാന്നുള്ളത്. പോയതിൻ്റെ ശേഷം പോണ 30 എൻ്റെ കൂടെ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ്. അപ്പം അവർ ഇങ്ങനെ നോക്കുക എൻ്റെ മുഖത്തേക്ക്. നേരത്തെ ഈ വിനോദ് CAയും അതുപോലെ ബെന്നിയും പിന്നെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതും ചൂഷണം ചെയ്തതും
നേരത്തെ ഇതുപോലെ പരാതി പറഞ്ഞിരുന്നല്ലോ. ആ സമയത്തുള്ള കേസ് പൂർണ്ണമായി ഒതുക്കി അല്ലെ? അവര് ഒതുക്കി ആ സമയത്ത് FIR ഒന്നും ഇട്ടില്ല. രണ്ടാൾക്കാരെ അവിടുന്ന് എസ്പിൻ്റെ അവിടുന്ന് കാറിൽ വന്ന് കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്നെ 2 വർത്താനം ചോദിച്ചു അവര് പോയി. പിന്നെ വിനോദ് സാറിൻ്റെതും ബെന്നി സാറിൻ്റെതും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ അവർ ഒതുക്കി തീർത്തോ, ഒരു മെയിൻറ്റെയിൻ ചെയ്തില്ല. അത് നിങ്ങൾ അറിയിച്ചിരുന്നോ? ആ കേസ് തീർന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയിച്ചോ? ഇല്ല അറിഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പരാതി എന്തായി നിങ്ങൾ ഇതുവരെ ഒന്നും അറിയില്ല? പഴയ 2022 പരാതി ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്നിട്ട് അങ്ങനെ പേടിച്ചിട്ടാണോ ഇപ്പൊ ഇന്നലെ അവിടുന്ന് വീട് മാറിയത്? ഇന്നിപ്പോ വീട് മാറിയത് ഞാൻ ഇനി ആരെങ്കിലും വന്നിട്ട് എൻ്റെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് പുറത്ത് കേൾക്കണത്. അപ്പം അത് കാരണം എനിക്ക് എൻ്റെ മൂത്ത മോൻ പറഞ്ഞ് ഇവിടുന്ന് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊന്നാനിയിലെ നിലവിലുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഇവർ മാറി എന്നല്ല, മാറ്റി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ.